ഹസ്തരേഖാശാസ്ത്രം പോലെ തന്നെ ഒരു വ്യക്തിയുടെ കാൽപാദം നോക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സൗഹൃദങ്ങൾ, സർഗാത്മകത, കഴിവുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാവി, അദ്ദേഹം ഏത് മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. നമസ്തേ, രുദ്രധാര. ഒരു വ്യക്തിയുടെ കാൽപാദം അല്ലെങ്കിൽ ആ കാൽ വിരലുകൾ അത് നോക്കി അദ്ദേഹത്തിൻ്റെ ഭാവിയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും ഒക്കെ പറയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമുക്കെല്ലാം പറ്റുന്നൊരു കാര്യമാണത്. ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ തള്ളവിരൽ, പെരുവിരൽ എന്ന് പറയും, കാൽപാദത്തിലെ ആ പെരുവിരൽ മറ്റുള്ള വിരലുകളെ അപേക്ഷിച്ച് വലുതാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അങ്ങനെ വലുതാണ് എന്നുണ്ടെങ്കിൽ പറയപ്പെടുന്നത് അദ്ദേഹത്തിന് വളരെയധികം ഭാവന ഉണ്ടായിരിക്കും. മാത്രമല്ല, എന്ത് ജോലിയും ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. അതുപോലെ തന്നെ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ പല വീക്ഷണ കോണിലൂടെ കാണാൻ അവർക്ക് പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നദി ഒഴുകുന്നു, അവിടേക്കൊരു മരം ചാഞ്ഞു നിൽക്കുന്നു, അതിലൊരു കിളിയുടെ കൂടുണ്ട്. അതിനെ പല തരത്തിൽ വർണ്ണിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ നേതൃത്വം കൈകാര്യം ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാവും. ഇപ്പം ഈവൻ സ്ത്രീകളാണെങ്കിൽ പോലും ഈ കുടുംബശ്രീയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രീയമാണെങ്കിലും അവർ ശോഭിക്കുന്ന മേഖലകളാണ്. രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള നിലയിൽ ഇവർ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകും. മാത്രമല്ല, ഇവർക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാര്യങ്ങൾ ഗ്രഹിക്കാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാവും. മാത്രമല്ല, സഹാനുഭൂതിയൊക്കെ ഭയങ്കരമായിട്ടുള്ളവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരാണ് ഈ വലിയ വിരലുകൾ, പെരുവിരലുള്ളവർ. എന്നാൽ അതേസമയം അതേ വിരൽ ചെറുതാണ് എന്നുണ്ടെങ്കിൽ പറയപ്പെടുന്നത് ഒരു സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിനുള്ള കാര്യപ്രാപ്തി ഉണ്ടാവും. ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്യും. അവർക്ക് പ്രത്യേകമായിട്ട് ഈ ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളങ്ങുന്ന ഒരു പ്രകൃതമായിരിക്കും അവരുടെ. അപ്പം അതാണ് ഈ പെരുവിരൽ വലുതായിരുന്നാൽ, മറ്റുള്ള വിരലുകളെ അപേക്ഷിച്ച് പെരുവിരൽ വലുതാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ലക്ഷണശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ വിരലാണ്. രണ്ടാമത്തെ വിരൽ, കാലിലെ രണ്ടാമത്തെ വിരൽ മറ്റുള്ള വിരലിനേക്കാൾ വലുതാണെങ്കിൽ അത് പൊതുവെ കാണിക്കുന്നത് നേതൃത്വം തന്നെയാണ്. നേതൃത്വ നിരയിൽ പെട്ടെന്ന് കയറിപ്പോകും. രാഷ്ട്രീയമാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോകും. ആണുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോകും. പക്ഷെ സ്ത്രീക്കാണ് ഈ പറയുന്ന വലിയ വിരൽ രണ്ടാമത്തത് എങ്കിൽ അവിടെ പറയുന്നത് ഭർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണ ഇല്ല എന്നുള്ളതല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അവരുടേതായിട്ടുള്ള ഒരു നിലപാടും എപ്പോഴും അവർക്കുണ്ടാവും. ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും എനിക്ക് മുമ്പിൽ നിൽക്കണം, ഞാൻ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സഭാകമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിലും ഞാൻ തന്നെ മുമ്പിൽ നിൽക്കണം. മാത്രമല്ല, എൻ്റെ വാക്കുകൾ എല്ലാവരും അംഗീകരിക്കണം, അനുസരിക്കണം. ഇങ്ങനൊരു ചിന്താഗതി ഇവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതിനുള്ള കാര്യപ്രാപ്തി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്നായിരിക്കും ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു അറിവ്, ഭയങ്കര ആർഡൻ്റ് ആയിട്ടുള്ള ആഴത്തിലുള്ള ഒരു അറിവ് ഇവർക്ക് ഉണ്ടാവും. മാത്രമല്ല, കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും. അതുപോലെ തങ്ങളുടേതായിട്ടുള്ള സൃഷ്ടികൾ, കലാസൃഷ്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വലിയ മടിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പം തന്നെ എണീറ്റ് നിന്ന് പാടും. അത് വേറൊന്നും നോക്കത്തില്ല. കാരണം തൻ്റെ കഴിവിൽ ഭയങ്കര വിശ്വാസമായിരിക്കും അവർക്ക്. അതാണ് ഈ രണ്ടാമത്തെ വിരൽ ഉയർന്നു നിന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്ക് ഭയങ്കര നിലയും വിലയായിരിക്കും.
തങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം, അവരുടെ മുമ്പിൽ എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും, എന്തിനും പരിഹാരം ഉണ്ടാവും. അതാണ് ആ രണ്ടാമത്തെ വിരൽ വലുതാണെങ്കിൽ പറയപ്പെടുന്നത്. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ അവർ ഈ നിയമപരമായിട്ടുള്ള ജോലികളായിരിക്കും അവർക്ക് കൂടുതലും കിട്ടുക. മാത്രമല്ല ഗവൺമെൻറ് ജോലി ഉറപ്പായിട്ടും കിട്ടും ഇത്തരത്തിലുള്ളവർക്ക്. കൂടുതലും ഒരു ഏറിയ പങ്ക്, ഒരു 80% ഇത്തരത്തിലുള്ളവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന രണ്ടാമത്തെ വിരൽ ഇങ്ങനെ വലുതാണെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ വിരലാണ്. മൂന്നാമത്തെ വിരൽ ഉയർന്നിരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിയായിരിക്കും. എന്ത് കഷ്ടപ്പാടും സഹിച്ച് ജോലി മേടിച്ചിരിക്കും, ഉറപ്പാണ്. മാത്രമല്ല ആ ലഭിച്ച ജോലി ഭയങ്കര ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ജോലി എന്നല്ല, എന്തിപ്പോൾ ഈവൻ വീട്ടുജോലിയാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നതിനകത്താണ് അവർക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാവുക. കൃത്യമായിട്ട് ജോലി അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ചെറിയ സമയം കിട്ടുവാണെങ്കിൽ, ഒരു 10 മിനിറ്റ് കിട്ടുവാണെങ്കിൽ ആ സമയം പോലും ആസ്വദിക്കും. അതായത് വിനോദത്തിന് വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്തും. എന്നിരുന്നാൽ തന്നെയും ജോലിക്കായിരിക്കും ഇവരുടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ മാത്രമല്ല, ചെറിയൊരു കുഴപ്പം കൂടിയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര മുൻകോപമായിരിക്കും. പെട്ടെന്ന് എടുത്ത് അടിച്ച് ആരുടെയും മുഖത്ത് നോക്കി എന്തും പറയും. ഇപ്പം ആ ജോലിയിൽ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ജോലി നേടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഈവൻ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും പൊതുമേഖലയാണെങ്കിലും അവിടെ ഒരു ജോലി ഇവർക്ക് ഉറപ്പാണ്. ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടെങ്കിലും ഇവർ ജോലി ചെയ്യും. വെറുതെ ഒരു വീട്ടമ്മയായിട്ട് മാത്രം അവരിയ്ക്കില്ല. സ്വന്തം രീതിയിലെങ്കിലും അവർ, മാത്രമല്ല ഈ ജോലി എന്ന് പറയുന്ന അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമല്ല, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിരൽ ഉയർന്നിരുന്നു കഴിഞ്ഞാൽ ഇച്ചിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പൊതുവേ അവർക്ക് എന്താണ്, അവർ ജോലി ചെയ്ത് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ടെങ്കിലും ഒരു സംരംഭം നിർമ്മിക്കാനുള്ള കാര്യപ്രാപ്തി ഉള്ളവരാണ് ഈ മൂന്നാമത്തെ വിരൽ വലുതാണെങ്കിൽ. അവർ കൂടുതൽ പ്രാധാന്യം ജോലിക്കായിരിക്കും. അടുത്തത് നാലാമത്തെ വിരലാണ്. നാലാമത്തെ വിരലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനം അവരുടെ കുടുംബമായിരിക്കും. നാലാമത്തെ വിരൽ വലുതാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് മറ്റെന്തും എന്നുള്ളതാണ്. കുടുംബത്തിന് വേണ്ടി അവരെന്തും ത്യജിക്കാനും സഹിക്കാനും, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകുന്നതിന് മാക്സിമം അവർ എന്താ പറയുക, മാക്സിമം ശ്രദ്ധിക്കുക മാത്രമല്ല എന്തും ത്യജിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതും ആലോചിച്ചിരുന്നിരുന്ന് ഇങ്ങനെ വിഷമിക്കും എന്നുള്ളത്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സലിയും. പറ്റിക്കാൻ എളുപ്പമാണ് അവരെ. മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു വിഷമം കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ എന്താ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതങ്ങെടുത്ത് കൊടുക്കും. പിന്നീടുള്ളതൊന്നും നോക്കത്തില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ നാലാമത്തെ വിരൽ വലുതാണെങ്കിൽ എന്നുള്ളത്. എന്നാൽ മറ്റെല്ലാ വിരലുകളെയും അപേക്ഷിച്ച് നാലാമത്തത് ചെറുതാണെങ്കിൽ, അതും കൂടെ പറയണം. നാലാമത്തെ ചെറുതാണെങ്കിൽ കുടുംബത്തിന് യാതൊരു വിലയും കൊടുക്കത്തില്ല. സ്വന്തം കാര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സലിയത്തേയില്ല. അത് ചുരുണ്ടുകൂടിയിരുന്നുള്ള അവസ്ഥയാണ് പറയുന്നത്. നാലാമത്തെ വിരൽ വല്ലാത്ത രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തങ്ങളെ ബാധിക്കുന്നില്ല. ഇവരെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ജീവിതത്തിന് ഇവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ അതെന്താണെന്നുള്ളത്. അതിനുവേണ്ടി അവരെന്തും ചെയ്യുകയും ചെയ്യും. അതായത് ഒരു കള്ളത്തരം കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, ഇവൻ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു കള്ളത്തരം കണ്ടുപിടിച്ച് എന്നുണ്ടെങ്കിൽ പോലും അതിനെ സത്യമാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ് അതിനെ ഒരു കള്ളത്തരത്തിന് അത് സത്യമാക്കി മാറ്റാൻ കാര്യപ്രാപ്തി ഉള്ളവരാണ് ഈ പറയുന്ന നാലാമത്തെ വിരൽ ചെറുതാണെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച്. അതാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത്. അടുത്തതായിട്ട് നാലാമത്തെ വിരൽ കഴിഞ്ഞു അഞ്ചാമത്തെ വിരലാണ്, അഥവാ ചെറുവിരൽ എന്ന് നമ്മൾ പറയും. ഈ ചെറുവിരൽ ഒരുപാട് വലുതാവാൻ പാടില്ല. അകന്നിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള വിരലുകളെ അപേക്ഷിച്ച് കുറച്ച് അകന്നാണ് ഇതിരിക്കുന്നതെങ്കിൽ ഇവർ സാഹസികമായിട്ട് ഭയങ്കര മുമ്പിലായിരിക്കും പ്രവൃത്തികൾ ചെയ്യുന്നതിന്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും. അതുപോലെ തന്നെ അത് അകന്ന് ദൂരെ മാറിയിരിക്കുകയാണ്, ഇച്ചിരി വലിപ്പം കൂടുതലും കൂടിയാണ് എന്നുണ്ടെങ്കിൽ, നാലാമത്തെ വിരലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ പൊതുവേ അവരുടെ ജീവിതം അത്ര സുഖകരമാവില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം അത് അത്ര അങ്ങോട്ട് ഒരു നല്ല രീതിയിൽ പോകാൻ സാധ്യത വളരെ
കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവർക്ക് ഭയങ്കര കൃത്യനിഷ്ഠയായിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ല കൃത്യനിഷ്ഠയായിരിക്കും. പക്ഷേ ജീവിതത്തിൽ അത്ര അങ്ങോട്ട് ശോഭിക്കത്തില്ല. മറ്റുള്ള വിരലിനെ അപേക്ഷിച്ച് ചെറുതായി തന്നെ ഇരിക്കണം എന്നുള്ളതാണ്, ചെറുവിരൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് ചുരുണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഈ വിരലുകൾ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി കാൽപാദം നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ വളഞ്ഞ കാൽവിരലാണുള്ളതിൽ, നേരെയല്ല, സ്ട്രെയിറ്റ് അല്ലാതെ വളഞ്ഞാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ പൊതുവെ സ്വന്തം കാലിലായിരിക്കും നിൽക്കുന്നത്. മറ്റുള്ളവർ പറയുന്നതൊന്നും അങ്ങനെ പെട്ടെന്ന് അതിനകത്തൊന്നും വീഴത്തില്ല. ചെറിയ ഈ വിരലുകൾക്ക് വളവുണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇവർക്ക് നേരത്തെ ഉണ്ടാവും. പഠനകാലം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഇവരാർക്കും 10 പൈസ കടം കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് അവർക്ക് വരുമാനം ഉണ്ടാവും. പക്ഷെ അവർ ആരുടെയും കാര്യത്തിൽ ഇടപെടില്ല. എനിക്ക് ആരുടെ ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും ഒന്നും കിട്ടുകയില്ല. ഇതാണ് ഇവരുടെ ഒരു ചിന്താധാര എന്ന് പറയുന്നത്. അതായത് ഞാൻ മറ്റുള്ളവർക്ക് ഒന്നിനും പോകത്തില്ല, ഒന്നിനും കൊടുക്കൽ വാങ്ങലിന് ഒന്നിനും പോകത്തില്ല, എൻ്റെ അടുത്തും വരരുത്. ഇതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. വളഞ്ഞ കാൽവിരലാണ് ഉള്ളതെങ്കിൽ. ഇനി നല്ല നിരയൊത്ത കാൽവിരലാണെങ്കിൽ, ആരോഹണക്രമത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ വിശ്വസിക്കാം. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചതി ഉണ്ടാവില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉണ്ടാവില്ല. മറ്റുള്ളവർ അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സൗഹൃദങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എല്ലാം ഓപ്പണായിട്ട് പറയും. അവരുടെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് മറ്റൊരു രീതിയിൽ പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരു രീതി അവരെ സംബന്ധിച്ചുണ്ടാവുകയല്ല. എല്ലാം നേരെ പോകും, അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷെ ചെറിയ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കും. അതുപോലെ തന്നെ ഒരാളെ ശത്രുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ ശത്രുവായിരിക്കും. ഒരിക്കലും എന്താ പറയുക, ഒരു പ്രീണന നയം സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം അവർക്കുണ്ടാവില്ല. അവരെ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ആയിരിക്കും, അവരുടെ വിരലുകൾ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിരിക്കും. ആരോഹണ ക്രമത്തിലാണെങ്കിൽ അടുക്കും ചിട്ടയുമുള്ള ജീവിതം കൂടിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ പരന്ന പാദമുള്ളവരെ കുറിച്ചും പറയപ്പെടുന്നുണ്ട്. പരന്ന പാദമുള്ളവരാണ് എങ്കിൽ, പൊതുവേ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, അവർ ആധ്യാത്മികത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിരിക്കും അവർ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. കാലുകൾ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാലുകൾ ഇല്ലാത്തവരോ എന്നുള്ളത്, ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊന്നും കൂടി ഞാൻ പറയാം. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അയാളുടെ പാദങ്ങളായിരിക്കാം, അല്ലേ? എല്ലാവരും സാധാരണ മുഖത്തോട്ട് നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിലും ചിലർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാദങ്ങളിലേക്ക് നോക്കും. ഇതെന്തിനാണെന്നറിയൂ കാൽപാദത്തിലേക്ക് നോക്കുന്നത്? ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിനും അപ്പുറം ഒരു വ്യക്തിയുടെ നീറ്റ്നെസ്, വൃത്തി അയാളുടെ കാൽപാദങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാലുകൾ എത്രത്തോളം വൃത്തിയാണോ അതുപോലെ തന്നെ ആയിരിക്കും ആ മനുഷ്യനും, അല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, ചേറിലും ചെളിയിലും പണിയെടുക്കുന്നവരൊന്ന്. ഇവർ ചേറിലും ചെളിയിലും 24 മണിക്കൂറും കിടക്കുകയല്ലല്ലോ, അവർ കുളിക്കുന്ന സ്വഭാവം ഉണ്ടാവുമല്ലോ അവർക്ക്. അതെ, പണിയെടുക്കുന്ന സമയത്ത് കാലയിൽ പോയിട്ട് ചെളിയുണ്ടോ നോക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ കാലുകൾ എങ്ങനെയാണ്, അതിനകത്ത് എത്രത്തോളം വൃത്തിയായിട്ടിരിക്കുന്നു അത്രയും വൃത്തിയുള്ള വ്യക്തി ആയിരിക്കും അത്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് കാൽപാദങ്ങൾക്ക് നമ്മുടെ സ്വഭാവവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ മനസ്സിലായല്ലോ. ഏകദേശം 5 വിരലുകളെ കുറിച്ച്, കാലിലെ 5 വിരലുകൾ, ഒരു കാലിലാണ് 5 വിരലുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചിലർ പറയും 6 വിരലുള്ളവർ ഉണ്ടല്ലോ എന്നുള്ളത്. 6 വിരൽ കാലിൽ വരുന്നവരുണ്ട്. ഈ 6 വിരൽ കാലിൽ വന്നു കഴിഞ്ഞാൽ അത് പറയപ്പെടുന്നത് ഒരു വലിയ തത്വത്തെക്കുറിച്ചാണ്. അതായത് മുൻജന്മത്തിൽ അവർ ആധ്യാത്മിക മേഖലയിൽ നിന്നവരാണ്, അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുരോഹിത വൃത്തി ചെയ്തവരാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പം ക്രിസ്ത്യൻ സമുദായമൊക്കെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ അവർ പുരോഹിത പ്രവൃത്തിയോ അല്ലെങ്കിൽ അതുപോലത്തെ ജോലികളോ, ഇപ്പം ഇസ്ലാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഉസ്താദ് എന്നൊക്കെ പറയത്തില്ല, മേളിലുള്ള ആ രീതിയിലൊക്കെ ഉള്ളവരാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതാണ് 6 വിരലുകൾ കാണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും പറയപ്പെടുന്നില്ല. അത് അതിൻ്റേതായിട്ട്, അപ്പോൾ അവർക്ക് പൊതുവേ ഈ ജന്മത്തിലും എന്തുണ്ടാവും, ഒരു ദൈവത്തിനെ പോലും വിമർശിക്കുന്ന തരത്തിൽ, അതായത് ദൈവം എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത അവർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും.
എന്ത് കാര്യം കിട്ടിയാലും അതിനെ കൂടുതൽ വിമർശിക്കും, വിമർശന ബുദ്ധിയോടുകൂടി കാണും. അതാ പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് കാൽവിരലുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കും നോക്കാം അല്ലേ, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞത് ശരിയാണോ, ഇതിനകത്തൊക്കെ പറയപ്പെടുന്നത് സത്യമാണോ എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് പങ്കുവെച്ചെന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.